അപ്പോൾ ഇത് കുറച്ച് വലിപ്പമുള്ള നെത്തലാണ് കേട്ടോ. ഇവിടെ പറയുന്നത് കോന്നത്തോലി എന്നാണ് തിരുവനന്തപുരത്ത്. ഇതിൻ്റെ മുള്ള് കളഞ്ഞിട്ടാണ് സാധാരണ കറി വെക്കൽ. ആദ്യം തലേന്ന് കളഞ്ഞതിന് ശേഷം 2 സൈഡിലും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ. അപ്പം മുള്ള് ആ മാംസത്തിൽ നിന്ന് വേർപെട്ട് വരും. എന്നിട്ട് വാലിൽ പിടിച്ചിട്ട് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ മുള്ളിങ് വരും കേട്ടോ. എന്നിട്ട് നമ്മൾ നോർമലി ഫിഷ് കഴുകുന്ന പോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. ഇത് ഫ്രൈ ചെയ്യുമ്പോഴും കറി വെക്കുമ്പോഴും പൊടിഞ്ഞു പോകത്തില്ല. സാധാരണ മുള്ളു കൂടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഒട്ടും തന്നെ പൊടിഞ്ഞു പോകത്തുമില്ല. കറിയിലൊക്കെ നല്ല മുട്ട കിടക്കുന്ന പോലെ കിടക്കും കേട്ടോ. ഞാനിത് ഫ്രൈ ആണ് ചെയ്യുന്നത്. കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പെരിഞ്ജീരകപ്പൊടിയും ഉപ്പും ഇട്ട് ആദ്യം ഒന്ന് വിരകിയതിന് ശേഷം പിന്നീട് ഒരു 5-6 ചുള വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിലയും, വെളുത്തുള്ളി ചതച്ചതാണ്, കറിവേപ്പിലയും പച്ചമുളകും ഇട്ടിട്ട് ഒന്നും കൂടെ വിരകി എടുത്തൊരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം വെളിച്ചെണ്ണയിൽ പൊരിച്ചു പോരാം. അപ്പോൾ ഒട്ടും തന്നെ പൊടിഞ്ഞു പോകത്തുമില്ല. നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.